ഇക്കൊല്ലം നമുക്ക് ഒണലടി കുഞ്ഞേച്ചി കുട്ടട്ടം തീരെ കിടപ്പീരല്ലേ തണ്ടും താടിയും പോയാളുമേലിഞ്ഞില്ലേ തണ്ടല്ലോടിഞ്ഞ് നാടും പോയി ടെൻഷറിനും ചെയിനും സംഭവം നനു ഇത് ചെയിന് പോയിട്ടൊന്നുമില്ലല്ലോ ഇത് വെറുതെ പൈസ വാങ്ങാൻ വേണ്ടിട്ട് എൻ്റെ അടുത്ത് വാങ്ങിച്ച സംഭവം എന്ത് വെറുതെ സംഭവം വെറുതെ ചെയിനൊന്നും പറ്റില്ല ഇതാണ്ടാ നമ്മൾ ഇവിടെ ആയിരുന്നു നമ്മളെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തുകൊണ്ടിരുന്ന സ്ഥലം കണ്ട ഇവിടെ ഇപ്പോൾ ഒരാളില്ല നമ്മളെ ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ നമ്മുടെ ചാനലിലെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ മച്ചന്മാരെ ഇന്നത്തെ ഒരു വീഡിയോ എന്താ പറയുക, ഇന്നത്തെ ഒരു വീഡിയോ നമ്മുടെ എന്താ പറയുക ഒരു തകിടം മറിഞ്ഞ വീഡിയോ ആണ്. അപ്പോൾ അതായത് എന്താ സംഭവം അറിയാം, നമ്മൾ വീഡിയോ ഒക്കെ എടുത്ത് അതിൻ്റെ ഒരു പകുതി എന്ന് വെച്ചിട്ടാണ് നമ്മൾ ഇൻട്രോ ചെയ്യുന്നത്. അപ്പോൾ എന്താ സംബന്ധിച്ചാൽ ജിത്തി എൻ്റെ അടുത്ത് രാവിലെ തന്നെ എണീക്കുന്ന സമയത്ത് പറഞ്ഞ് പ്ലീസ് ചേട്ടാ നമുക്കിന്ന് രാവിലെ ഒരു മോർണിംഗ് റൊട്ടീൻ ചെയ്താലോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു തീർച്ചയായിക്കോട്ടെ എന്നാൽ പിന്നെ അങ്ങനെ ചെയ്യാലോ എന്ന് പറഞ്ഞേ. അങ്ങനെ ഞാൻ അവളുടെ അടുത്ത് ക്യാമറ ഒക്കെ കൊടുത്ത് എന്നോട് പറഞ്ഞു വേണ്ട നിങ്ങൾ വാ ഞാൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ ഷൂട്ട് ചെയ്ത് തന്നാൽ മതി എന്നൊക്കെ പറഞ്ഞ് ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ ശരി സാറേ എന്നൊക്കെ പറഞ്ഞ് ഞാൻ നേരെ അടുക്കളയിലേക്ക് പോയി. എന്ത് പാൽക്കപ്പയല്ല പറഞ്ഞേ, ഇത് വേറെ കാര്യം പറയുന്നത്. ഇതിന് നിന്റെ പൊട്ടിപ്പോയ ഇതിന്റെ മോർണിംഗ് റൊട്ടീനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. അതായത് അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞു എന്നാ പിന്നെ അഭിഷേക് വീഡിയോ ഷൂട്ട് ചെയ്യും, ഞാൻ എന്താക്കാ നേരെ എന്റെ കാര്യങ്ങളൊക്കെ ചെയ്യാം, ധ്യാനൂസിന് എന്താ ചെയ്യുന്നതെന്നും ഞാൻ രാവിലെ എന്താ ചെയ്യുന്നതൊക്കെ പറയാൻ വേണ്ടി എൻ്റെ അടുത്ത് വന്ന് വീഡിയോ എടുക്കാൻ പറഞ്ഞാണ്. അപ്പൊ ഞാൻ ആയിക്കോട്ടെ ശരി അതായത് പറഞ്ഞ് ക്യാമറ ഒക്കെ എടുത്ത് നേരെ ഓടിപ്പിടിച്ച് നേരെ അടുത്തേക്ക് പോയി എന്നറിയാം അടുക്കളയിലേക്ക് പോയി. അപ്പൊ എന്നോട് ഇത് ഞാൻ ഇന്ന് എന്തൊക്കെയാണ് പറഞ്ഞത് രാവിലെ അതൊക്കെ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും കേട്ടോ, അവള് കുറച്ച് ചെയ്ത കാര്യങ്ങളൊക്കെ ഇതിനകത്തുണ്ട്. അപ്പോൾ അതൊക്കെയാണ് നമ്മളെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത്. അതുപോലെ നമ്മൾ മറ്റൊരു കാര്യമുണ്ട്, നമുക്ക് ഒരു സ്ഥലം ഒന്ന് ജസ്റ്റ് കാണാനുണ്ട്. ആ സ്ഥലം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഒരു വലിയ നഷ്ട ഫീലിംഗ് ഉണ്ട്. ആ സ്ഥലം കാണിച്ചു കൊടുക്കുന്ന ഒരു വലിയ നഷ്ട ഫീലിംഗ് ഉണ്ട്. ഇവക്ക് എന്താന്ന് മനസ്സിലാക്കുക ഏത് സ്ഥലവും ആ സ്ഥലമല്ല, നമ്മളെ മേലെ വണ്ടി പാർക്കുന്ന സ്ഥലമില്ലേ അവിടെ ഒരാളില്ലല്ലോ ഇപ്പൊ, ഒരാൾ നമ്മളെ വിട്ടു പോയിട്ടുണ്ട് സാർ. സമയമായി ധ്യാനുവിനെ കൂട്ടാൻ സമയമായിട്ടുണ്ട്. അപ്പൊ പോകുന്ന പോക്കിൽ നമ്മൾ വണ്ടി പാർക്കുന്ന സ്ഥലം കാണണം. അവിടെ ഇപ്പൊ ഒരാളില്ല. ആരാ ഇല്ലാത്തത് നമുക്ക് അവിടെ പോയിട്ട് കാണാട്ടാ. ആർക്ക് എന്താ പറ്റിയെന്നോ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ കൂടി നമുക്ക് ഈ ഒരു വീഡിയോയിൽ നോക്കാനുണ്ട്. അപ്പൊ ഇനി എന്തായാലും പറഞ്ഞ് വലിപ്പിക്കില്ല, നേരെ ജിത്തുവിന്റെ മോർണിംഗ് റൊട്ടീൻ പോയിട്ട് നിങ്ങളൊന്ന് ജസ്റ്റ് കാണ്. അതിനുശേഷം നമ്മൾ ഇപ്പൊ പറഞ്ഞ നമ്മൾ സ്ഥലം കണ്ടിട്ട് അവിടെ ഇല്ലാത്ത ആളെ പോയി കാണുന്നുണ്ട്. അപ്പോൾ അതോടുകൂടി നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ അതിന്റെ വ്യൂ കേട്ടോ. അപ്പൊ നേരെ ഇനി പറഞ്ഞ് മുഷിപ്പിക്കുന്നില്ല, നേരെ വീഡിയോയിലോട്ട് പോവാം. ഹായ് ഗുഡ് മോർണിംഗ്. നിങ്ങൾ വീഡിയോ കാണുമ്പോൾ ഗുഡ് മോർണിംഗ് അല്ലായിരിക്കും അല്ലേ, ഗുഡ് ഈവനിങ് ആയിരിക്കും. അപ്പൊ ഇന്ന് ഞങ്ങളൊരു ചെറിയൊരു മോർണിംഗ് റൊട്ടീനുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പൊ അത് രാവിലെ തന്നെ വെള്ളയപ്പാണ് ഇന്ന് രാവിലത്തേക്ക്. അപ്പൊ അത് വ്യാഴാഴ്ച സ്കൂളിൽ കൊണ്ടുപോകാനുള്ള ഇതെന്താ എന്തിനാ വിളിച്ചേ, എന്തിനാ വിളിച്ചേ? രാവിലെ ഉറങ്ങി ഏറ്റ് വന്ന് നിൽക്കുന്നതാണ്. ധ്യാനസിന് കൊണ്ടുപോകാനുള്ള വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്, തിളച്ച് വരുന്നുണ്ട്. അപ്പൊ വെള്ളാപ്പത്തിന് കറിയൊന്നും ഉണ്ടാക്കണ്ട, ഇന്നലത്തെ മത്തിക്കറി ഉണ്ട്. അപ്പൊ മത്തിക്കറിക്ക് ഇന്നാണല്ലോ ടേസ്റ്റ് അധികമാവും. അപ്പൊ മത്തിക്കറി ഉണ്ട്, വെള്ളാപ്പം ചുടണം. ധ്യാനൂസ് ഇപ്പൊ എണീറ്റ് വന്നിട്ടുണ്ട്. ഇനി അവനെ സ്കൂളിൽ വിടാൻ എന്നുള്ള തത്രപ്പാടിലേക്ക് ആയിരിക്കും. 2 ബ്രഷ് ഉണ്ട്, ഇത് പ്രതീക്ഷാട്ടെ, ഇത് ധ്യാനുവിന്റെ. എണീറ്റ് വന്ന പാട് ബ്രഷ് എടുത്ത് വെച്ചിട്ടുണ്ട്. ധ്യാനൂസ് പോവാറാകുമ്പോ ഒന്ന് പല്ലിയേക്കും. പല്ലിയൊക്കെ ഭയങ്കര മടിയല്ല ധ്യാനു? കള്ളത്തിൽ അവൻ എപ്പോഴും വേണ്ടി എന്നിട്ട് വഴക്ക് കൂടിയിട്ടാ പല്ലിയേക്കുക. എന്താ വേഗം പല്ലിയേച്ച് കാണിച്ചു കൊടുക്കാം, വേഗം പല്ലിയേക്കെന്നാ കാണിച്ചു വെക്കുന്നൊക്കെ കണ്ട ഈ ഇതിപ്പായിരിക്കും. അവൻ ബ്രഷ് കയ്യിലേക്ക് വെക്കൂല. അങ്ങോട്ട് അമ്മ പോകാനാ? എന്നാ ഞാൻ പോയിട്ട് വെള്ളപ്പം ചുട്ട് കഴിയുമ്പോഴത്തേക്കും പല്ലി വെക്കണം കേട്ടോ. എന്നാ ഓക്കെ, ഞാൻ പോയിട്ട് വീഡിയോ എടുക്കുന്നോണ്ട് ഇന്ന് വേഗം പല്ലി വെക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. സൈക്കിളാണോ ഇത്?
ഓ ഇവിടെ ബുള്ളറ്റ് ഉണ്ട് അല്ലേ? ഇതെന്തിനാ ഇങ്ങനെ പാർക്ക് ചെയ്ത് വെച്ചേ? കഴുകാൻ വേണ്ടി പാർക്ക് ചെയ്ത് വെച്ചാ? നാളെയാ? നാളെ അതിന് സ്കൂളില്ലേ? ഇന്ന് വ്യാഴാഴ്ച ആയിട്ടേ ഉള്ളൂ. നാളെ വെള്ളി, ശനി, മറ്റന്നാളെ സ്കൂളിലെത്തുള്ളൂ. ശനിയാഴ്ച. രാവിലെ തന്നെ പണി കിട്ടി. രാവിലെ നല്ല മഴ. ഞാൻ ഇന്നലെ അലക്കിയിട്ട് ഡ്രസ്സ് ഉണങ്ങിയിട്ടില്ല. അത് പക്ഷെ ഉണങ്ങാറായി. അപ്പൊ അവിടെ മഴ നനഞ്ഞാൽ പിന്നെ ആവൂല. ഇനി ഞാൻ കൊണ്ട് അപ്പുറമെല്ലാം വിരിച്ചു നിൽക്കാം. ഇപ്പൊ രാവിലെ തന്നെ പണി കിട്ടിയിട്ട് പ്രജീഷ് ഏട്ടൻ ടാർപ്പ വലിച്ചേട്ടൻ മേലെ കയറിയേക്കാണ്. മഴയ്ക്കൊക്കെ ഒരു കാലമൊന്നും ഇല്ലാണ്ടാ പയ്യനെ എനിക്ക് തോന്നുന്നു. അവിടെ അതാ പ്രജീഷ് ഏട്ടൻ ടാർപ്പ വലിച്ചേട്ടാണ്. ടാർപ്പ പൊട്ടിയിരിക്കുവായിരുന്നു. ഈ ജനുവരിയിലൊക്കെ മഴയൊന്നും ഇല്ലായിരുന്നല്ലോ അല്ലേ പ്രജീഷ് ഏട്ടാ? ജനുവരിയിലൊന്നും മഴയില്ലാതിരുന്ന വൃത്തിയേട്ട മഴ ഇല്ലേ? കൈവേന എടുക്കും എനിക്ക്. കൈ മസില്. തുണിയല്ല എങ്ങനെയൊക്കെയോ അവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ നമുക്ക് കെട്ട ഇഷ്ടമാതിരി അഴയുണ്ട്. പക്ഷെ ഇവിടുത്തെ ടാർപ്പ അഴിച്ചു കളഞ്ഞു. മഴ ചെറിയ പണി തന്നു കേട്ടോ. സമയം അങ്ങ് പോയി. ഇപ്പൊ മാനം തെളിഞ്ഞ ആ കാർമേഘം അങ്ങ് ഒഴിഞ്ഞു പോയി. അപ്പൊ ഞാൻ ഇവരുടെ ഉള്ള ഡ്രസ്സ് തേക്കുമായിരുന്നേ. ധ്യാനൂസിന്റെ യൂണിഫോം തേക്കാനുണ്ട്. പ്രതീക്ഷയുടെ ഷർട്ടും തേച്ച് കഴിഞ്ഞിട്ട് വേണം ചായ കൊടുക്കാനായിട്ട്. ധ്യാനം താഴെ ബാത്റൂമിലുണ്ട്. ഇന്ന് വീഡിയോ എടുക്കുമ്പോൾ നമ്മൾ പറഞ്ഞില്ലേ ബ്രഷ് ചെയ്യുന്നതിൻ്റെ കാര്യം, അതുകൊണ്ടാന്ന് തോന്നുന്നു വേഗം ഒന്ന് ബ്രഷ് ചെയ്തു. ചായ കുടിക്കാനുള്ള ദോശയെല്ലാം എടുത്തോണ്ട് അവൻ വെച്ചിട്ടുണ്ട് അവിടെ. അപ്പൊ അങ്ങനെ ബാത്റൂമിൽ പോട്ടെ എന്ന് പറഞ്ഞ് ബാത്റൂമിൽ പോയിട്ടുണ്ട്. അപ്പത്തേക്കും എനിക്കിത് കഴിഞ്ഞിട്ട് വേണം അവന് പോയി ചായ കൊടുക്കാൻ. ചായ കൊടുക്കുന്നതിനൊന്നും ബുദ്ധിമുട്ടില്ല. വേഗം ചായ എല്ലാം കുടിക്കും. നേരം ഞാൻ ഈ യൂണിഫോം എല്ലാം തേക്കട്ടെ കേട്ടോ. അപ്പൊ അവന്റെ പപ്പേന്റെ കൂടെ അല്ലേ ബ്രഷ് ചെയ്യാൻ ഞാൻ എടുത്തു കൊടുത്തത്. അതുകൊണ്ട് എന്നോട് പറഞ്ഞു പപ്പ വന്നില്ലാണ്ട് ചായ കുടിക്കാറില്ല, അമ്മ പൊയ്ക്കോ, ഞാനും പപ്പയും അങ്ങ് ചായ കുടിക്കും. അപ്പൊ ഞാൻ പ്രതീക്ഷയോട് പറഞ്ഞു, പ്രതീക്ഷയോടെ വേഗം ബ്രഷ് ചെയ്തിട്ട് വാ, അവൻ നിങ്ങളുടെ ഒപ്പം ചായ കുടിക്കും. അതുകൊണ്ട് പ്രതീക്ഷ ആ വീഡിയോ എടുക്കുന്നുണ്ട്, പല്ലും തേക്കുന്നുണ്ട്, രണ്ടും കൂടി ഒരുമിച്ചാണ്. എന്നാ ഞാൻ ചെല്ലും ചായ കുടിക്കാം. ജാനൂസിന്റെ വണ്ടിയൊക്കെ കഴുകിപ്പോയല്ലോ. മഴ വന്നെല്ലാം കഴുകിപ്പോയല്ലോ. ഇനിയിപ്പോ എങ്ങനെയാ കഴുകാ ശനിയാഴ്ച? ഇതാ നോക്ക്, മഴ വന്നെല്ലാം കഴുകിയില്ലേ? എല്ലാം മഴ വന്ന് കഴുകിപ്പോയി. ഇനിയിപ്പോ എങ്ങനെയാ കഴുകുക? ഉണങ്ങിട്ട് പിന്നെയും കഴുകൂ. എന്തിനാ കഴുകുന്ന പിന്നെ ഉണങ്ങിട്ട്? ആകാശം തെളിഞ്ഞിട്ടാ മൊത്തം നല്ല പെട്ടായി. ഏത് വണ്ടി? അപ്പൊ ഇതാ പപ്പയും മോനും കൂടി രാവിലെ ചായ കുടിക്കാൻ തുടങ്ങിയ. നല്ല മോനായിട്ട് വേഗം വേഗം കഴിക്കുന്നുണ്ടല്ലോ. എൻ്റെ അടുത്തുനിന്ന് ഇപ്പൊ വഴക്കെല്ലാം കിട്ടിട്ടാണ് ചായ കുടിക്കുന്നത്. അതിന് 3-4 ദോശ ഇങ്ങനെ അട്ടിക്ക് വെച്ചിട്ട് കഴിക്കണം, എന്നിട്ട് എല്ലാം കുഴച്ചിട്ട് കളയണം. അതിന് സമ്മതിക്കാത്തതിന് എന്നോട് പിണങ്ങിക്കുക, എന്നോട് പോ, എൻ്റെ അടുത്ത് ഇരിക്കണ്ട, നിക്കണ്ട. ഞാൻ പല്ല് കേൾക്കുന്നേ, എല്ലാരും ചായ കുടിക്കുന്നത്. കാർട്ടൂണും കണ്ടതാ ചായ കുടിക്കുന്നു. അമ്മ അവിടുന്ന് ചായ കുടിക്കുന്നുണ്ട്. ഇതണ്ട, നമ്മള് ഇവിടെ ആയിരുന്നു. നമ്മളെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തുകൊണ്ടിരുന്ന സ്ഥലം കണ്ട. ഇവിടെ ഇപ്പൊ ഒരാളില്ല, നമ്മളെ സൈലോ ചേട്ടൻ ഇല്ല. അപ്പൊ സൈലോ ചേട്ടന് ചെറിയ ഒരു പണി കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഇപ്പൊ കാണുമ്പോൾ ഭയങ്കര സങ്കടം കേട്ടോ. അപ്പോ 3-4 ദിവസമായി ഇവിടുന്ന് നമ്മളെ സൈലോ ചേട്ടൻ പോയിട്ട് ഇപ്പൊ കാലിയായി കിടക്കും കേട്ടോ. അപ്പൊ നമ്മളൊരു സ്കൂട്ടി ഉണ്ട്, നമ്മളൊരു ബൈക്കും ഉണ്ട്.
ഇവർ രണ്ടുപേരും മാത്രമല്ല കേട്ടോ. അപ്പോൾ സൈലോ ചേട്ടൻ എന്താ പറ്റിയെന്ന് അറിയണ്ടത് നിങ്ങൾക്ക്. അപ്പോൾ അത് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് നേരെ അവനുള്ള സ്ഥലത്തേക്ക് പോകണം കേട്ടോ. അവനുള്ള സ്ഥലത്ത് പോയിട്ട് അവൻ എന്താ പറ്റിയെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇനി നേരെ ധ്യാനൂനെ കൂട്ടാൻ സമയമായിട്ടാ. ബൈക്ക് എടുത്തിട്ട് വേണം പോകാൻ. ബൈക്ക് എടുത്തിട്ട് അവന് ഭയങ്കര ഇഷ്ടമാണ് ബൈക്കിലേക്ക്. സ്കൂട്ടിയിൽ ജിത്ത് ഉപയോഗിക്കുന്നതാണ് സ്കൂട്ടി. അപ്പോൾ സ്കൂട്ടി ജിത്ത് ഉപയോഗിക്കുമ്പോൾ അവന് ഞങ്ങളെവിടെ പോകുമ്പോൾ പപ്പയെ സ്കൂട്ടി എടുക്കണ്ട, നമുക്ക് ബൈക്ക് എടുത്ത് പോകുന്നവർ. അപ്പോൾ ഇതിൻ്റെ ഇത്ര നാൾ ഇൻഷൂർ അടിച്ച് ഇല്ല. ഇത് നമുക്ക് ആവശ്യമില്ല, കാരണം ബൈക്ക് ആ സ്കൂട്ടി ഉണ്ട്, മറ്റേ കാറും ഉണ്ട്. അപ്പോൾ നമ്മൾ ഇത് എടുക്കില്ല അങ്ങനെ. അപ്പോൾ ഇപ്പോൾ എന്താക്കി ഇതിൻ്റെ ഇൻഷൂർ കാര്യങ്ങളൊക്കെ അടച്ച് അവൻ്റെ നിർബന്ധം കൊണ്ട് മാത്രമായിട്ട് ഇതിൻ്റെ ഇൻഷൂർ അടച്ച്. ഇല്ലെങ്കിൽ നമ്മളിത് എടുക്കില്ല. ഇത് സൈഡാക്കി വെച്ച സാധനമായിരുന്നേ. സൈഡാക്കി വെച്ചെന്ന് വെച്ചാൽ പഴക്കം കൊണ്ടുപോയല്ല പറ്റിയത് കൊണ്ടൊന്നുമല്ല. വണ്ടി ഫുൾ 100% റണ്ണിങ് കണ്ടീഷനുള്ള വണ്ടിയാണ്. പക്ഷേങ്കിൽ എടുക്കാത്തതെന്ന് വെച്ചാൽ നമുക്ക് വണ്ടി മറ്റു 2 വണ്ടി ഉള്ളതുകൊണ്ട് ഇത് നമ്മൾ അങ്ങനെ എടുക്കുന്നില്ല. കാരണം സ്കൂട്ടി ആകുമ്പോൾ നമുക്ക് എന്താ പറയുക, പണ്ട് സ്ഥലത്ത് സാധനങ്ങൾ കൊണ്ടുപോകാനും പിന്നെ 2 ഹെൽമെറ്റ്. ഒന്നാമത്തെ ഇപ്പോൾ മെയിനായിട്ട് പ്രശ്നം എന്ന് വെച്ചാൽ 2 ഹെൽമെറ്റിലുണ്ട്. ഒരു ഹെൽമെറ്റ് ഇല്ല, സീറ്റിൻ്റെ അടിയിലും ഒന്ന് നമുക്ക് കണ്ണാടിൻ്റെ മുകളിൽ കാണുന്ന പോലെ വെക്കാം. അവിടെ സ്കൂട്ടി തന്നെയായിരുന്നു കേട്ടോ കൂടുതൽ സമയം എടുക്കൽ. അപ്പോൾ അവൻ്റെ സ്കൂട്ടി പോകണ്ടെന്ന് പറഞ്ഞിട്ട് ഇതിനെ നിർബന്ധിച്ചിട്ട് ഇതിൻ്റെ എന്താക്കി ഇൻഷുറൻസ് അടച്ച് നമ്മളിപ്പോൾ ഇത് എടുക്കുന്ന കേട്ടോ. അപ്പോൾ അവനെ കൂട്ടാനായിട്ട് നമ്മളിപ്പോൾ ബൈക്ക് എടുത്തിട്ടാണ് പോകുന്നത്. നേരെ ഈ ഒരു വഴി കൂടി നേരെ റോഡിലേക്ക് പോകണം കേട്ടോ. അപ്പോൾ മച്ചവരെ നേരെ ജാനൂസിനെ സ്കൂളും വിട്ട് നേരെ കൂട്ടി വീട്ടിലേക്ക് വന്നിട്ടാ. വീട്ടിൽ വന്നപ്പോൾ ജാനൂസിന് രാവിലെ അവന് പാൽക്കഞ്ഞിയാണ് ഉണ്ടാക്കി കൊടുത്തത്. അപ്പോൾ ഇത് കഞ്ഞിയല്ല കേട്ടോ, പാൽക്കഞ്ഞിയാണേ. എന്താ പാൽ വെച്ചിട്ടുള്ള കഞ്ഞിയാണ്. അപ്പോൾ ഇതെന്താ സംഭവം അറിയാം. അപ്പോൾ രാവിലെ തന്നെ നമ്മൾ വെള്ളാപ്പേല ഉണ്ടാക്കിയ. അപ്പോൾ വെള്ളാപ്പം മൂപ്പർക്ക് അത്ര അങ്ങ് പോവില്ല അല്ലേ, ഇഷ്ടമല്ല. പാൽക്കഞ്ഞിയോ ഇഷ്ടമാണ്, ലൈക്കാണ് അല്ലേ. അപ്പോൾ പാൽക്കഞ്ഞി ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ വന്ന ഉടനെ പറഞ്ഞു, അമ്മ എൻ്റെ രാവിലത്തെ പാൽക്കഞ്ഞി ബാലൻസ് ഉണ്ടോ, ബാക്കിയുണ്ടോ, ഉണ്ടെങ്കിൽ എനിക്ക് താ എന്ന് പറഞ്ഞു അല്ലേ. അതെടുത്ത് വയറ്റിലാക്കുന്ന കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ഇവനെ ഇവിടെ ഇരുത്തി നേരെ നമ്മളെ സൈലോൻ്റെ അടുത്തേക്ക് പോകുന്ന കേട്ടോ. അപ്പോൾ ശരിച്ചാ പപ്പ പോയിട്ട് ഓടി വരാം കേട്ടോ. ആ എന്നാ വേണ്ട, നീ ഇവിടെ നിന്ന് പഠിക്കാൻ, നിനക്ക് ഒരുപാട് പഠിക്കാനുണ്ട്. നിനക്ക് 20 പഠിക്കാനുണ്ട്, 21 പഠിക്കാനുണ്ട്. പിന്നെ ഏതൊക്കെയാ? പിന്നെ എപ്പാ? രാത്രിയിലോ? രാത്രി നമ്മൾ പഠിക്കില്ല, നമ്മളിന്ന് ഉത്സവം കാണാൻ പോന്നാ. പിന്നെ ഇപ്പൊ നേദിക്കും ആദിലച്ചൊക്കെ വരുന്നുണ്ട്. നീ അവരോട് കളിച്ചോ. നേദിക്ക് വരുന്നുണ്ട്, ആദിലച്ചി വരുന്നുണ്ട്, നയോമി വരുന്നുണ്ട്. അമ്മേനോട് ചോദിച്ചോക്ക്. ടി പി വരുന്നില്ല. ടി പി വരുന്നില്ല കേട്ടാ. ടി പി വരുന്നുണ്ടോ? അപ്പൊ മസ പറ നേരെ ഇനി നേരെ നമ്മുടെ സൈഡിലുള്ള സ്ഥലത്തേക്ക് പോകുന്ന കേട്ടോ. ഇപ്പൊ നേദിക്കും പിന്നെ നയോമി ഞാനിസിന്റെ ഫ്രണ്ട് വന്നിട്ടുണ്ട് കളിക്കാനായിട്ടില്ലേ. ഞാനിസിന് വേണ്ടി കളിക്കാൻ വന്നാ ഉണ്ടാക്കുന്നതാണ് കേട്ടാ. ഞാനു ഇങ്ങോട്ട് വാ. എവിടെ നീ വരെ വന്നിട്ട് നീ അവിടെ പോയി നിൽക്കുന്ന? ആരോടി നവനെ വിളിച്ച് കളിക്കേ. ആ അത് നമ്മൾ ഇന്നലെ എവിടെ നിന്ന് വാങ്ങിയതാ? ആ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആട്ടോ ഇത്. വേണ്ടേ, മരത്തിലൊന്നും കയറാൻ പാടില്ല. ആ എന്നാ പോട്ടെ. അപ്പൊ ബസമല്ല നമ്മളെ ചെറുക്കനതാ നേരെ എവിടെയാണ് ഉള്ളത്. ഇതിന്റെ ടൈമിംഗ് ചെയ്യുന്ന പോയിട്ട് അതിന്റെ വർക്ക്ഷോപ്പ് കയറ്റി കേട്ടോ. ഏതാണ്ട് 1:35 കിലോമീറ്റർ ആയിട്ടാ. അപ്പോൾ അതിന്റെ ടൈമിങ്ങിന്റെ പണിയെടുത്താട്ടോ. നമ്മൾ വരുമ്പോൾ ഇവര് ഭയങ്കര ഉത്തരവാദിത്ത ടീമാട്ടാ. നാളെ വണ്ടി തരും എന്ന് പറഞ്ഞത്, പക്ഷെ ഇന്ന് തന്നെ ഇവര് കംപ്ലീറ്റ് പണി ഫിനിഷ് ആക്കിയിട്ട് സ്റ്റാർട്ടിങ്ങിൽ വെച്ചിട്ടുണ്ടോ. വണ്ടി ഇപ്പോൾ സ്റ്റാർട്ടിങ്ങിലാണുള്ളത്. ഞാൻ വിചാരിച്ചു ഇതിന്റെ മൊത്തം കഴിച്ച് ഫ്രണ്ട് ഭാഗമൊക്കെ ഒന്ന് കാണിക്കാന്ന് വിചാരിച്ചു. പക്ഷെ ഇവര് കംപ്ലീറ്റ് ഫുള്ള് സെറ്റപ്പ് ആക്കി പണിയൊക്കെ കഴിച്ച് സ്റ്റാർട്ടിങ്ങിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇന്ന് വണ്ടി കൊണ്ടുപോകാന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതായിട്ട് നമ്മളെ വണ്ടീൻ്റെ ഇപ്പോഴത്തെ സ്ഥിതി. ഇതായിട്ടാ നമ്മളെ വണ്ടിയിൽ നിന്ന് മാറ്റിയ സാധനങ്ങളൊക്കെ ആയിട്ടാ. ടെൻഷറിനും ചെയിനും സംഭവം അനു ഇത് ചെയിന് പോയിട്ടൊന്നുമില്ലല്ലോ. ഇത് വെറുതെ പൈസ വാങ്ങാൻ വേണ്ടിട്ട് എൻ്റെ അടുത്ത് വാങ്ങിയിട്ടാ സംഭവം. എന്ത് വെറുതെ സംഭവം വെറുതെ ചെയിനൊന്നും പറ്റില്ല. നല്ല മാല പോലെ തന്നെ ഉണ്ട്. ഇതൊക്കെയാട്ടോ നമ്മളെ സംഭവം. വണ്ടീന്റെ വലിയ സംഭവം. അല്ല ഞാൻ കഴിഞ്ഞിട്ടെ വണ്ടീന്റെ ടൈമിങ് ശരിയാക്കിട്ട് ചെയിന് പറ്റി. നമ്മളെ ടൈമിങ് ശരിയാക്കാൻ പറ്റി നമുക്ക് എന്താ മാറ്റാൻ പറ്റും? അതൊരു നല്ലൊരു ജോത്സ്യനെ കണ്ട വണ്ടീന്റെ ടൈമിങ് ശരിയാൻ വേണ്ടിട്ട് ചെയിന് മാറ്റാം. നമ്മളെ ടൈമിങ് മാറ്റാൻ ഇപ്പൊ ജോത്സ്യനെ കാണുന്ന അനുഭവം. അപ്പൊ എങ്ങനെയൊക്കെ കേട്ടോ വണ്ടീന്റെ സ്ഥിതിയുള്ള. അപ്പൊ നമ്മൾ നേരെ വർഷാപ്പ് നേരെ തിരിച്ച് വീട്ടിലേക്ക് വന്നിട്ടാ. അപ്പൊ ചായ കൊടുക്കുന്നുണ്ട്, എല്ലാവർക്കും ചായ കൊടുക്കുന്ന. അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പിന്നാണ്. ആ ഞാനിസ് ഫ്രണ്ടില്ലേ. ആ അപ്പൊ വീഡിയോ വൈൻഡപ്പ് ചെയ്യാന്നാലേ. അപ്പൊ നമ്മളെ വീഡിയോ ഇന്ന് ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നതാണ്. അപ്പൊ വീണ്ടും നല്ല അടിപൊളി വീഡിയോ കാണുന്നവരേക്കും
സാഗറാണോ? എന്താ ഏ ആ വീട് നല്ല അടിപൊളി വീഡിയോ കാണുന്നവർക്ക് ബൈ.